ഹലോ ഓൾ. നമ്മുടെ ഈ ക്ലാസ് 12 ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ വിശദമായിട്ട് നമ്മുടെ ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മെക്കാനിസം നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, SN1ഉം SN2. ഈ SN1 എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ എന്നാണ്. അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്, 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. SN2 എന്ന് വെച്ചാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ. അതൊരു 1 സ്റ്റെപ്പ് പ്രോസസ്സാണ്, പക്ഷേ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ SN1ൻ്റെയും SN2ൻ്റെയും എന്താണ് ശരിയായ സംഗതി എന്ന് വളരെ സിമ്പിളായിട്ടും രസകരമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ക്യാറ്റ് സ്റ്റോറിയാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്യാറ്റ് സ്റ്റോറി. അപ്പോൾ ഈ കാണുന്ന ചിത്രത്തിലെ പോലെ നമുക്ക് 2 പൂച്ചകളുണ്ട്. ഗ്രേ കളറിലുള്ള ഒരു പൂച്ചയും അതേപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ള ഒരു പൂച്ചയും. ഈ ഗ്രേ കളറിലുള്ള പൂച്ച സൂചിപ്പിക്കുന്നത് ലിവിങ് ഗ്രൂപ്പിനെയാണ്. അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരാളില്ലേ, Cl-, Br-, OH-, H2 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലിവിങ് ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രേ കളറിലുള്ള പൂച്ച. നമ്മുടെ സബ്സ്ട്രേറ്റിനെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ന്യൂക്ലിയോഫൈലാണ് നമ്മുടെ ഓറഞ്ച് കളറിലുള്ള പൂച്ച. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് നോക്കൂ, നമ്മുടെ ഗ്രേ കളറിലുള്ള പൂച്ച അതായത് ലിവിങ് ഗ്രൂപ്പ് ആദ്യം തന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ നമ്മുടെ ബെഡ് വേക്കൻ്റ് ആയി. അതായത് ലിവിങ് ഗ്രൂപ്പ് പുറത്തേക്ക് പോവുകയും അവിടെ ഒരു കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ ഓറഞ്ച് കളറുള്ള പൂച്ച വന്നിട്ട് ആ ബെഡിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അതായത് വ്യക്തമായ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഗ്രേ കളറിലുള്ള ലിവിങ് ഗ്രൂപ്പായ പൂച്ച പോകുന്ന സ്റ്റെപ്പും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ ഓറഞ്ച് കളറിലുള്ള ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള പൂച്ച വന്നിട്ട് നമ്മുടെ ബെഡ് അതായത് കാർബോ കാറ്റയോണിനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ഗ്രേ കളറിലുള്ള പൂച്ച അതായത് ലിവിങ് ഗ്രൂപ്പ് ഈ ബെഡിൽ തന്നെ കിടക്കുമ്പോൾ തന്നെ ഈ ഓറഞ്ച് കളറിലുള്ള ന്യൂക്ലിയോഫൈലായ പൂച്ച വന്നിട്ട് ആ ബെഡിൽ കയറി കിടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ഒരു ബെഡിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് അവിടെ ഉണ്ടാവുന്നു. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ അവസാനം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രേ കളർ പൂച്ച അവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നു. അതായത് ഒരേ സമയം തന്നെ ന്യൂക്ലിയോഫൈലും ലിവിങ് ഗ്രൂപ്പും നമ്മുടെ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയും എന്നിട്ട് ലിവിങ് ഗ്രൂപ്പ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് നടക്കുന്നത് ഒരു സ്റ്റെപ്പിലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ SN2 മെക്കാനിസം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ രസകരമായ രീതിയിൽ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.